ഇപ്പോൾ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണുകളിൽ എല്ലാം 2, 3 അല്ലെങ്കിൽ 4 എണ്ണം വരെയുള്ള ക്യാമറകൾ പിൻവശത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാണാൻ നല്ല ലുക്ക് ഉണ്ടെങ്കിലും ഈ ക്യാമറകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കാത്തവരായി ആരുമില്ല. ക്യാമറ ഓൺ ചെയ്തിട്ട് ഓരോ ക്യാമറ വീതം കൈ പൊത്തി നോക്കിയാൽ ഒരു ക്യാമറ മറയ്ക്കുമ്പോൾ മാത്രമേ വിഷ്വൽ കിട്ടാതെ വരികയുള്ളൂ. അപ്പോൾ പിന്നെ ബാക്കി ക്യാമറകൾ ഡമ്മിയാണെന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. ഈ 4 ക്യാമറകൾ ഏതൊക്കെയാണ് വരേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തേത് മെയിൻ ക്യാമറ. ഇതാണ് ശരിക്കും ദൃശ്യം പകർത്തുന്ന ക്യാമറ. വലിയ ലെൻസ് കാണപ്പെടുന്ന ക്യാമറ ഇതായിരിക്കും. മിക്ക സാഹചര്യങ്ങളിലും ഷാർപ്പായ വ്യക്തതയുള്ള ചിത്രീകരണം നടത്തുന്ന ക്യാമറ ഇതാണ്. ഈ ക്യാമറയ്ക്ക് വലിയ സെൻസറും മികച്ച ഇമേജ് പ്രോസസ്സിങ്ങും ഉണ്ടായിരിക്കും. ഒരേ ഒരു ക്യാമറ മാത്രമുള്ള ഫോണിലോ ഈ ക്യാമറ മികച്ചതാണെങ്കിൽ നല്ല ചിത്രങ്ങൾ പകർത്താൻ കഴിയും. രണ്ടാമത്തേത് അൾട്രാ വൈഡ് ക്യാമറ. ഗ്രൂപ്പ് ഫോട്ടോ ചിത്രീകരിക്കുമ്പോഴും ലാൻഡ്സ്കേപ്പും ഉയരമുള്ള കെട്ടിടവും ഒക്കെ ഒറ്റ ഫ്രെയിമിൽ ചിത്രീകരിക്കണമെങ്കിൽ വൈഡർ വ്യൂ ഉണ്ടാകണം. ഇങ്ങനെ വൈഡ് ആംഗിൾ ചിത്രീകരണം സാധ്യമാക്കുന്നത് അൾട്രാ വൈഡ് ക്യാമറയാണ്. പക്ഷേ വില കുറഞ്ഞ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അൾട്രാ വൈഡ് ക്യാമറകൾക്ക് റിസൊല്യൂഷൻ കുറവായിരിക്കും. മൂന്നാമത്തേത് ടെലിഫോട്ടോ ക്യാമറ. ഈ ക്യാമറ ഉള്ള ഫോണുകളിൽ പകർത്തുന്ന ചിത്രങ്ങൾ സൂം ചെയ്താലും അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടില്ല. സൂം സ്പെഷ്യലിസ്റ്റ് ക്യാമറ എന്ന് ഇതിനെ വിളിക്കാം. എന്നാൽ ഈ ക്യാമറ ഉപയോഗിച്ച് ഡിജിറ്റൽ സൂം ചെയ്യാൻ കഴിയില്ല. മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലാണ് നല്ല ടെലിഫോട്ടോ ക്യാമറകൾ വരുന്നത്. 4 മാക്രോ ക്യാമറ. ഒരു വസ്തുവിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ഫോൺ അടുപ്പിച്ച് പിടിച്ചാൽ വിഷ്വൽസ് കിട്ടാറില്ല. പക്ഷേ മാക്രോ ക്യാമറ ഉള്ള ഫോണുകളിൽ വസ്തുവിൻ്റെ വളരെ അരികിൽ കൊണ്ടുപോയി ക്ലിയർ ആയി ഫോട്ടോ എടുക്കാൻ കഴിയും. ഒരു വണ്ടിൻ്റെ ചിറകോ ഒരു ഉറുമ്പിൻ്റെ കൊമ്പോ ചെറിയ പുഷ്പത്തിൻ്റെ ഇതളുകളൊക്കെ ചിത്രീകരിക്കുവാൻ കഴിയും. പക്ഷേ ബഡ്ജറ്റ് ഫോണുകളിൽ വരുന്ന മാക്രോ ലെൻസിന് 2 അല്ലെങ്കിൽ 5 MB കാണുകയുള്ളൂ. അതുകൊണ്ട് ഇമേജ് ക്വാളിറ്റി കുറവായിരിക്കും. മെയിൻ ക്യാമറ നല്ലതാണെങ്കിൽ സൂം ചെയ്തും ഇത്തരം മാക്രോ ചിത്രങ്ങൾ പകർത്തുവാൻ കഴിയും. അഞ്ചാമത്തേത് ഡെപ്ത് സെൻസർ. ഇത് ചിത്രങ്ങൾ പകർത്തുന്ന ക്യാമറയല്ല. ഫോണിൽ പതിയുന്ന വസ്തുക്കളുടെ ദൂരം കണക്കാക്കി ബ്ലർ എഫക്റ്റ് കിട്ടാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പുതിയ ഫോണുകളിൽ ഡെപ്ത് സെൻസർ സെപ്പറേറ്റായി ഫോൺ കാണാറില്ല. മെയിൻ ക്യാമറയുടെ സോഫ്റ്റ്വെയറിന് തന്നെ ഈ ബ്ലർ എഫക്റ്റ് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ആറാമത്തേത് പെരിസ്കോപ്പ് ക്യാമറ. പ്രീമിയം ഫോണുകളിലാണ് ഈ ക്യാമറ സാധാരണയായി വരാറ്. ഇമേജ് എടുക്കുമ്പോൾ തന്നെ ഡിജിറ്റൽ സൂം ചെയ്ത് നല്ല ക്ലാരിറ്റിയുള്ള വിഷ്വൽസ് നൽകാനാണ് ഈ ക്യാമറ സഹായിക്കുന്നത്. 10x സൂം ചെയ്ത പടങ്ങളും നല്ല ക്ലാരിറ്റിയിൽ ഇത് പകർത്തും. ഇതുവരെ പറഞ്ഞ 6 ക്യാമറകളിൽ ഏതെങ്കിലുമൊക്കെയാണ് ഓരോ ഫോണുകളിലും ഇൻസ്റ്റാൾ ചെയ്തു വരുന്നത്. നിങ്ങൾ ഫോൺ വാങ്ങുമ്പോൾ മെയിൻ ക്യാമറയ്ക്കൊപ്പം വരുന്ന ലെൻസ് ഇതിൽ ഏതൊക്കെയെന്ന് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ എന്ന് നോക്കുക. വൈഡ് ആംഗിൾ ലെൻസ് അല്ലെങ്കിൽ അൾട്രാ വൈഡ് ക്യാമറ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. പക്ഷേ മാക്രോ ലെൻസ്, ടെലിഫോട്ടോ ക്യാമറ എന്നിവ എല്ലാവർക്കും പ്രയോജനപ്പെടില്ല. ഫോണിന് പിന്നിലെ ക്യാമറകളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് മികച്ച വിഷ്വൽസ് കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് ക്യാമറ കൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്ന് നോക്കുക. വല്ലപ്പോഴും ഒരു കാഷ്വൽ ഇമേജ് ആണ് പകർത്തേണ്ടതെങ്കിൽ ഒരു നല്ല മെയിൻ ക്യാമറ ഉണ്ടായാലും മതി. എന്നാൽ പല വില കുറഞ്ഞ ഫോണുകളിലും ഒന്നിലധികം ക്യാമറകൾ നൽകുന്നത് ഒരു ഹൈ എൻഡ് ഫോണിന്റെ ലുക്ക് നൽകാനും ഉപഭോക്താക്കളെ ആകർഷിക്കാനുമാണ്. മെയിൻ ക്യാമറ ഒഴിച്ച് ബാക്കിയുള്ള ക്യാമറകൾ പ്രവർത്തനക്ഷമമാണോ എന്നും സംശയമുണ്ട്. മികച്ച ഒരു ക്യാമറയാണ് നിങ്ങൾ വാങ്ങുവാൻ നോക്കുന്നതെങ്കിൽ അതിന്റെ മെഗാ പിക്സൽ മാത്രം നോക്കരുത്. സെൻസർ സൈസ് എത്രയെന്ന് നോക്കുക. 1/1.3 അല്ലെങ്കിൽ 1 സെൻസർ സൈസ് ഉള്ള ക്യാമറയ്ക്ക് മികച്ച ചിത്രങ്ങൾ നൽകുവാൻ കഴിയും. മാക്രോ അല്ലെങ്കിൽ ടെലിഫോട്ടോ ക്യാമറകൾ തിരഞ്ഞെടുക്കാതെ ഒരു മെയിൻ ക്യാമറയും അൾട്രാവൈഡ് ക്യാമറയും ഉള്ള ഫോൺ തിരഞ്ഞെടുത്താൽ ആ ഫോൺ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒരുപോലെ മികച്ച റിസൾട്ട് നൽകും. അടുത്ത തവണ നിങ്ങൾ പുതിയൊരു ഫോൺ വാങ്ങുമ്പോൾ ക്യാമറകളുടെ എണ്ണം നോക്കാതെ അതിന്റെ സെൻസർ സൈസ്, ലെൻസ് ക്വാളിറ്റി, അൾട്രാ വൈഡ് ലെൻസ് ചിത്രീകരിക്കുന്ന ഇമേജുകൾ ഉൾപ്പെടെ പരിശോധിച്ച് നല്ലതാണോ എന്ന് മനസ്സിലാക്കുക. സെൻസർ സൈസ്, ലെൻസ് ക്വാളിറ്റി എന്നിവ വിശദീകരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ മികച്ച ക്യാമറയാണോ എന്ന് പരിശോധിക്കേണ്ട 4 കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ഓർക്കുക, 4 ആവറേജ് ക്യാമറകളെക്കാൾ ഗുണം ചെയ്യുന്നത് 2 മികച്ച ക്യാമറകളാണ്.